കൊല്ലത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് വോട്ട് തേടി ഭാര്യ സിന്ധുവും മക്കളായ അഹാനയും ഹൻസികയും ദിയയും ഇഷാനിയും കൊല്ലത്തുണ്ട്. തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തെത്തി കൊടും ചൂടിലും അച്ഛന് വേണ്ടി വോട്ട് തേടുമ്പോൾ അഭിമാനമെന്നാണ് ഇവരുടെ പക്ഷം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കൃഷ്ണകുമാറും കുടുംബവും കൊല്ലത്തു നിന്നും അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നു. കൊല്ലത്തു നിന്നും സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പ്രചരണം കൊഴുക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും കൊല്ലത്ത് നോക്കുമ്പോൾ 3 സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. അതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന് ഏറ്റവും മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. അദ്ദേഹത്തിന് വേണ്ടി കേന്ദ്ര മന്ത്രിമാരടക്കം പ്രചരണ രംഗത്ത് സജീവമാണ്. ഒപ്പം ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തേടി കുടുംബവും എത്തിയിരിക്കുകയാണ്. സിന്ധു ചേച്ചിയുണ്ട്, മക്കളുണ്ട്. നമുക്ക് ചോദിക്കാം അവരുടെ വിശേഷങ്ങളിലേക്ക്. ചേച്ചി, കൊല്ലത്തേക്ക് എത്തിയിട്ട് എങ്ങനെയുണ്ട്? വളരെ പോസിറ്റീവായിരുന്നു. മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ജി വന്നിരുന്നു. നല്ല ക്രൗഡായിരുന്നു. കൊല്ലത്ത് ആളുകളെയൊക്കെ കണ്ടപ്പോഴൊക്കെ ഉള്ളൊരു പ്രതികരണമൊക്കെ എക്സ്ട്രീംലി പോസിറ്റീവാണ്. വേദിയിൽ അച്ഛനൊപ്പം മുൻനിരയിൽ ഒക്കെ പ്രതിരോധ മന്ത്രി പങ്കെടുത്ത ആ വേദിയിൽ മുൻനിരയിലുണ്ടായിരുന്നു. എന്താണ് ആ എക്സ്പീരിയൻസ് ഒന്ന്? അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ വരുന്നു, ഇത്രയും നല്ലപോലെ അച്ഛനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൈഡ് തോന്നുന്നൊരു ഫീലിംഗ് ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഇന്ന് അവിടെ കണ്ട ആ ഒരു സപ്പോർട്ട് തന്നെ ഇലക്ഷൻ്റെ സമയത്ത് അച്ഛന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അച്ഛനൊരു സെലിബ്രിറ്റിയാണ്. ഒപ്പം ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി വന്നു. ഇപ്പം ഒപ്പം വോട്ട് തേടി പലരും സെലിബ്രിറ്റികൾ വരുന്നുണ്ട്. പക്ഷേ കുടുംബത്തിൽ നിന്നും അഹാനയെ പോലുള്ള സെലിബ്രിറ്റികൾ വോട്ട് തേടി ഇറങ്ങുകയാണ്. ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടല്ല, മകളായിട്ടാണ് വന്നത്. അപ്പം അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അച്ഛൻ്റെ വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അമ്മ പറഞ്ഞ പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് 100% അച്ഛൻ ജയിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. ആൻഡ് വി റിയലി തിങ്ക് ഹി വിൽ വിൻ ദിസ് ടൈം ബിക്കോസ് ആൾക്കാരുടെ ഒരു അക്സെപ്റ്റൻസ് ലെവൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് വളരെ നല്ല രീതിയിലാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലായാലും ഇന്നിപ്പോൾ നേരിട്ട് പോയപ്പോഴും നമുക്ക് കിട്ടിയ ഒരു വെൽക്കം വളരെ നല്ലൊരു വെൽക്കം തന്നെയായിരുന്നു. ഒരു ഡിഫൻസ് മിനിസ്റ്ററുടെ ഒപ്പം ആ വേദിയിലെത്തി ഇരുന്നപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് പേഴ്സണലി ഭയങ്കര ഞാൻ പ്രൗഡായിട്ട് ഫീലായി. കാരണം സാധാരണ അച്ഛൻ മോദി സാറിനോട് അവർ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതല്ലാതെ നമ്മളാരും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് പോലും നമ്മൾ ആദ്യം സീറ്റിലായിരുന്നു, പിന്നെ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. പുള്ളിയുടെ കൂടെ നമ്മൾ ഫ്രണ്ടിൽ പോയി ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. സോ ഇറ്റ് ഫെൽറ്റ് വെരി പ്രൗഡ് ആൻഡ് ഐ എം ഹാപ്പി. ഇതിറങ്ങി പ്രചരണം നടന്ന അച്ഛനെ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ടോ? വന്ന ഒരു ആളല്ല ഇപ്പോൾ. സങ്കടം, പക്ഷേ അച്ഛൻ്റെ നല്ല കഷ്ടപ്പാടാണെന്ന് മനസ്സിലായി. കാരണം നമുക്കിന്ന് കുറച്ച് നേരം പുറത്തിറങ്ങി നിന്നപ്പോൾ തന്നെ നല്ല ചൂടും വെയിലുമായിരുന്നു. അപ്പം ഒരുപാട് ദിവസമായിട്ട് അച്ഛൻ ഈ വെയിൽ കൊണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പം ഈ കഷ്ടപ്പാടിനെല്ലാം നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അച്ഛൻ എന്ന പൊളിറ്റീഷ്യനെ എങ്ങനെയാണ് കാണുന്നത്? 4 years മുമ്പ് അച്ഛൻ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന സമയത്തിനെ വെച്ച് നോക്കുമ്പം ഇപ്പം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആൻഡ് കുറച്ചും കൂടി സീസൺഡ് ആയിട്ടാണ് അച്ഛൻ്റെ അപ്രോച്ച് ടു പൊളിറ്റിക്സ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നമുക്കൊരു വിശ്വാസമുണ്ട്. അതായത് നല്ല വിഷൻ ഉള്ള ഒരാളാണ്. പിന്നെ ജെന്യുവിൻലി ആൾക്കാരെ സഹായിക്കണം എന്നുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അച്ഛനിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും തീർച്ചയായിട്ടും ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ക്വാളിറ്റീസാണ്. നമുക്ക് മുന്നിലോട്ട് നോക്കി എന്തായിരിക്കും ഒരു നാടിന് അല്ലെങ്കിൽ നാട്ടുകാർക്ക് നല്ലതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷനും ആ ഒരു മനസ്സിൽ സഹായിക്കാനുള്ള ഒരു മനസ്സും. അപ്പം ഈ 2 ക്വാളിറ്റീസും അച്ഛനിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തികച്ചും ഹി കുഡ് ബി എ ഗുഡ് ലീഡർ എന്നൊരു വിശ്വാസമുണ്ട്. അച്ഛൻ ജയിച്ചു വന്നാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഒരു നേതാവ് അല്ലെങ്കിൽ ആ മിനിസ്റ്റർ ആ വേദിയിൽ പറഞ്ഞപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? അത്രയും വലിയൊരാൾ എൻ്റെ അച്ഛനെക്കുറിച്ചാണല്ലോ ഇത്രയും ബിഗ് പോയിന്റ്സ് പറയുന്നതെന്ന് കേട്ടപ്പോൾ ശരിക്കും വളരെ സന്തോഷമായി. ആ വലിയ സദസ്സിലേക്ക് വന്നപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവിടെ ആ സ്റ്റേജിൽ കയറ്റി ഇരുത്തിയപ്പോൾ എനിക്ക് പിടികിട്ടി ഇത്രയും ക്രൗഡ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത്രത്തോളം സപ്പോർട്ട് കൊല്ലത്തുനിന്നുണ്ട് എന്നുള്ളത് ഇന്ന് സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ കയറി ഇരുന്നപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. സ്റ്റേജിൽ വിളിക്കാം ഇല്ല, നമ്മുടെ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി. അയ്യോ, ഇത്രയും ആൾക്കാരുടെ കൂടെ നമ്മൾ കയറി എങ്ങനെ ഇരിക്കും എന്നുള്ള പോലെ. കാരണം ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. പക്ഷേ അവിടെ വന്ന് ഇരുന്ന് ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റേജിലിരുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു ശരിക്കും. ഓൾ ദി ബെസ്റ്റ്, ജയിക്കണം. കുടുംബത്തിൽ തന്നെ സെലിബ്രിറ്റികളുണ്ട്, ചേട്ടനൊരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ സെലിബ്രിറ്റികൾ എത്തുമോ? അല്ല, ഒന്നാമത്തെ കാര്യം, നമ്മൾ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിൽ നിന്ന് ആരെങ്കിലും എനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല. ഒരു പാർട്ടിയിൽ മാത്രം വിശ്വസിക്കുന്നവരാവില്ല. അപ്പോൾ പരമാവധി നമ്മൾ ആരെയും വിളിക്കാതിരിക്കുക. ആരെങ്കിലും വില്ലിംഗ് ആയിട്ട് വന്നാൽ മോസ്റ്റ് വെൽക്കം. ഞാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല. ആദ്യ തവണ മത്സരിക്കുന്നതിൽ ഇപ്പം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരത്തിലേക്ക് അച്ഛൻ എത്തുമ്പോഴുണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ത്? തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു ജോലിയും കുറച്ചധികം നാൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ
നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. നമ്മൾ ആദ്യം അഭിനയിക്കുന്ന സിനിമയേക്കാൾ 10ാമത് അഭിനയിക്കുന്ന സിനിമയിൽ നമുക്കൊരു സെറ്റിൽ പോകുമ്പോൾ നമുക്ക് അവിടെ തോന്നുന്നൊരു കോൺഫിഡൻസ്, നമുക്ക് നമ്മുടെ ഒരു അപ്രോച്ച് എല്ലാത്തിലും ഇച്ചിരിയും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ് കാരണമുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബെറ്റർ അപ്രോച്ച് എനിക്ക് ഇപ്രാവശ്യം ഫീൽ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരൊക്കെ അച്ഛന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ടോ സിനിമ ഫീൽഡിൽ നിന്നൊക്കെ ആരെങ്കിലും? എനിക്കങ്ങനെ സിനിമാ ഫീൽഡിൽ അധികം കൂട്ടുകാരില്ല സത്യം പറഞ്ഞാൽ. അപ്പം അത് കാരണം എൻ്റെ കൂട്ടുകാർ അവരെല്ലാവരും ഇവൻച്വലി ഇപ്പോൾ സിനിമാ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ ഞാൻ അവരെ ഒന്നും സിനിമയിൽ വന്ന് പരിചയപ്പെട്ടോ അങ്ങനെയൊന്നും അല്ല. വെയിലൊക്കെ കൊണ്ടിപ്പോൾ ഒരു പരിപാടി കണ്ടല്ലോ. അപ്പോൾ പ്രോഗ്രാംസ് ഉണ്ട്, അപ്പോൾ അതിനെല്ലാം കൊടുക്കും. കൊല്ലത്തെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി ചൂട്, നല്ല അന്തസ്സുള്ള ചൂട്. അപ്പോൾ ഈ ചൂടിലിറങ്ങി പ്രചരണത്തിന് അച്ഛന് വേണ്ടി ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു? അതെ, വേറെ വഴിയില്ല, എല്ലാവരും ചുടുത്ത് പോയാലേ പറ്റൂ. നമ്മൾ വരുന്നത് വലിയ തണുപ്പുള്ള നാട്ടിൽ നിന്നല്ല, അതുകൊണ്ട് പുനലൂർ വരണം, 42 വരെ പോകുന്നു. നാടാണ് പുനലൂർ. പക്ഷേ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, പുനലൂരിൻ്റെ അങ്ങോട്ട് പോയാൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ കിഴക്കൻ മേഖല, തെന്മല എടുത്താലും അച്ചൻകോൽ എടുത്താലും അങ്ങോട്ട് പോകുന്തോറും ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അനന്തമായ സാധ്യതയുള്ള സ്ഥലങ്ങളൊന്ന് പുനലൂർ. നമുക്കവിടെ പലതും ചെയ്യാനുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തുള്ള വിഭവങ്ങൾ വേറെ പല രാജ്യത്തും ഇല്ല. പക്ഷേ അതിനെ ഉപയോഗിക്കാത്ത പ്രശ്നമേ ഉള്ളൂ. കാരണം അവരുടെ താല്പര്യങ്ങൾ വേറെ പലതിലുമാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കണം. കാരണം ഇപ്പോൾ നരേന്ദ്രമോദി ചിന്തിച്ചാൽ താഴെ തട്ട് തൊട്ട് മുകളിൽ വരെ ഇതിനിടയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാ രംഗവും കൂടി വികസിച്ച് വരണം. അതിന് ടൈം എടുക്കും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ ട്രെയിലറായിരുന്നു. യഥാർത്ഥ സിനിമ അടുത്ത 5 കൊല്ലത്തിൽ കാണാം. അപ്പോൾ ഈ കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ ഒരു എക്സ്കർഷൻ പോലെ എല്ലാവരും ഫാമിലിയായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒന്ന് പുനലൂർ അല്ലെങ്കിൽ അല്ല, ഇതിപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന അതിന് വേണ്ടിയില്ല, ഇലക്ഷൻ്റെ സംഭവം. നമുക്കിവരെ ഞാനിപ്പോൾ അവിടെയൊക്കെ സാധാരണക്കാരെ ഒരുപാട് ആളുകളുണ്ട്, ഇവരെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് പാർട്ടി ചാർട്ട് ചെയ്യുന്നത് പ്രോഗ്രാം. കാരണം ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കാഷ്യൂ ഇൻഡസ്ട്രി, നമ്മുടെ കശുവണ്ടി മേഖലയുടെ അവിടെ വളരെയധികം ആൾക്കാർ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അനുഭവിച്ച് അവർ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മേഖലകളിലാണ് നാളത്തെ ദിവസം മുഴുവൻ യാത്ര. 10 കാഷ്യൂ ഫാക്ടറികളിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇനി പുനലൂർ എന്നാണെന്നറിയില്ല, മേ ബി അവർ വരുന്ന ദിവസം ചിലപ്പോൾ അങ്ങോട്ട് പോകാം. എന്തായാലും കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കുടുംബകാര്യവും വോട്ടുകാര്യവും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവും ഒക്കെ ഒരു കുടുംബം പോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒപ്പം അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തേടി കുടുംബവും എത്തിയിരിക്കുകയാണ്. പ്രചരണം ഒരു താരപ്പൊലിമയോടെ NDA ക്യാമ്പിൽ മുന്നേറുകയാണ്. കൊല്ലത്തു നിന്നും പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.